പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ചെറിയ ഡിവൈസാണ്. സിംഗിൾ ഫേസ് പ്രിവെൻഡർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന് 3 ഫേസ് ആയിട്ടാണ് കൂടുതൽ ബന്ധം. ഇത് നമ്മുടെ ആയിരങ്ങളോ പതിനായിരങ്ങളോ വിലയുള്ള 3 ഫേസ് മോട്ടറുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ഉള്ള ഡിവൈസാണ്. നമ്മളിപ്പോൾ മോട്ടറിൻ്റെ ലോഡൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കോൺടാക്ടർ ഓൺ ആവുന്നതും ഓഫ് ആവുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഈ പോയിൻ്റ് ഇതിൽ നിന്ന് ഊരിയെടുക്കുകയാണ്, എന്നാലും നമ്മുടെ കോൺടാക്ടർ വിട്ടുപോയിട്ടില്ല. അപ്പോൾ നമ്മളതേ സീക്വൻസിൽ നിർത്തിക്കൊണ്ട് തന്നെ ആ പ്രിവെൻഡർ വയർ ചെയ്ത് പിടിപ്പിച്ചു. ഇനി നമ്മളൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ കറക്റ്റായിട്ടുള്ള സീക്വൻസിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി 5 സെക്കൻഡ് ഡിലേയിൽ വെയിറ്റ് ചെയ്യുക. ഹെൽത്തി ഓൺ ആയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ചെറിയ ഡിവൈസാണ്. ഇത് സിംഗിൾ ഫേസ് പ്രിവെൻഡർ എന്നാണ് ഇത് പറയുന്നത്. സിംഗിൾ ഫേസ് പ്രിവെൻഡർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന് 3 ഫേസ് ആയിട്ടാണ് കൂടുതൽ ബന്ധം. അതായത് 3 ഫേസ് മോട്ടറുകളോ പമ്പ് സെറ്റുകളോ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരത്തിൽ വരുന്നൊരു ഡിവൈസ് ആയിരിക്കും ഇത്. പലർക്കും ഈ സിംഗിൾ ഫേസ് പ്രിവെൻഡർ എന്ന് പറയുമ്പോൾ ഇത് 3 ഫേസ് അല്ല ഞങ്ങളുടെ പമ്പ്, ഞങ്ങളുടെ സ്റ്റാർട്ടർ 3 ഫേസ് ആണെന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ അടിക്കേണ്ട. കാരണം ഇത് 3 ഫേസ് സ്റ്റാർട്ടറുകളിൽ സിംഗിൾ ഫേസിങ് തടയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് നമ്മളിപ്പോൾ 3 ഫേസ് ഉള്ള ഒരു ലൈനിൽ ഒരു ഫേസ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ ഡിവൈസ് ഉണ്ടെങ്കിൽ ആ സ്റ്റാർട്ടറിനെ കട്ട് ഓഫ് ആക്കും. അത് കൂടാതെ ഇതൊരു സീക്വൻസിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആ സീക്വൻസ് മാറിപ്പോവുകയോ നമ്മൾ വരുന്ന ഇപ്പോൾ ലൈനിലൊക്കെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്ത് ലൈൻ തിരിഞ്ഞു പോകാറുണ്ട്. അങ്ങനെ തിരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് മോട്ടർ വർക്ക് ചെയ്യാത്ത രീതിയിൽ, നമുക്കറിയാവുന്ന പോലെ തന്നെ 3 ഫേസ് 2 രീതിയിലും കറങ്ങും. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കറങ്ങാൻ കപ്പാസിറ്റി ഉള്ളതാണ് 3 ഫേസ് പമ്പുകൾ. അപ്പോൾ അങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിലോ നമ്മൾക്ക് ആ വേണ്ട റൊട്ടേഷനിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഇന്ന് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് BCH എന്ന് പറഞ്ഞ കമ്പനിയുടെ, അതായത് ഭാരതീയ കട്ട്ലർ ഹാമർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്രിവെൻഡറാണ്. അവരുടെ തന്നെ ഒരു സാധാരണ ഡിവോൾ സ്റ്റാർട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇത് ഡിവോൾ സ്റ്റാർട്ടർ ആയതുകൊണ്ടാണ് നമുക്കിപ്പോൾ പാനൽ ബോർഡ്, വോൾട്ട് മീറ്ററും ആംബിയർ മീറ്ററൊക്കെ ഉള്ള പാനൽ ബോർഡ് വരുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കമ്പനി തന്നെ ഇതേപോലെ ഒരു പ്രിവെൻഡർ വെച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ സാധാരണ മോട്ടറുകൾക്കോ മുകളിൽ വയ്ക്കുന്ന സാധാരണ സെൻട്രിഫ്യൂഗൽ മോണോബ്ലോക്ക് പമ്പുകൾക്കോ അതേപോലെയുള്ള പാനൽ ബോർഡുകൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതേപോലെ ഒരു സാധാരണ ഒരു ഡിവോൾ സ്റ്റാർട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഒരു യൂണിറ്റ് നിങ്ങൾ വയ്ക്കുക. പല സ്ഥലങ്ങളിലും ഈ സിംഗിൾ ഫേസിങ് വന്ന് പമ്പുകൾ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. 3 ഫേസിനെ സംബന്ധിച്ച് ഒരു ലൈൻ പോയാലും കോൺടാക്റ്റ് വിടാതെ നിന്ന് ഓവർലോഡ് ആയതിനു ശേഷമാണ് അത് ട്രിപ്പ് ആവാറ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് നിങ്ങൾക്ക് പരിഹരിച്ച് കിട്ടും. ചെറിയൊരു ഡിവൈസാണ്. നിങ്ങൾ വാങ്ങുന്ന യൂണിറ്റിനും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്റ്റാർട്ടറിനും അനുസരിച്ച് അതിൻ്റെ കണക്ഷൻ ഡയഗ്രാമൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഏകദേശം 800-900 രൂപ വില വരുന്നുള്ളെങ്കിലും ഇത് നമ്മുടെ ആയിരങ്ങളോ പതിനായിരങ്ങളോ വിലയുള്ള 3 ഫേസ് മോട്ടറുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ഉള്ള ഡിവൈസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ BCHൻ്റെ 2 ഡിവൈസും BCHൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സീക്വൻസ് മാറിപ്പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു ലൈൻ മിസ്സിംഗ് ആയ എന്ത് സംഭവിക്കും, അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ BCHൻ്റെ ശക്തി മോഡലിലെ ഒരു ഡിവോൾ സ്റ്റാർട്ടറാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ പ്രിവെൻഡർ കൊടുക്കാത്ത രീതിയിൽ നമ്മൾ ഈ സ്റ്റാർട്ടർ വെറുതെ ഓണാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലിപ്പോൾ ഒരു ഫേസ് പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം സീക്വൻസ് അനുസരിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ മോട്ടറിൻ്റെ ലോഡൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കോൺടാക്ടർ ഓൺ ആവുന്നതും ഓഫ് ആവുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്കുള്ള പവർ കൊടുത്തിട്ട്, ഇതിപ്പോൾ നമ്മുടെ ടെമ്പററി ഒരു കണക്ഷനാണ് 3 ഫേസിൻ്റെ കണക്ഷൻ. നമ്മളിത് ഓൺ ചെയ്യുകയാണ്. ഓക്കെ, ഇതിപ്പോൾ ഓണായി. നിങ്ങളിത് കണ്ടോളൂ. ജസ്റ്റ് നമ്മൾ ഓൺ സ്വിച്ച് പ്രസ് ചെയ്തു. ഇതിപ്പോൾ ഇവിടെയാണ് ഓൺ സ്വിച്ച് വരുന്നത്, മറ്റേതിലായതുകൊണ്ട് നമ്മൾ ചുമ്മാ പ്രസ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ കോൺടാക്ടർ പിടിച്ചു. ഇതാണ് നോർമൽ ഇതിൻ്റെ ഒരു സിസ്റ്റം. ഇനി ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാവുന്നൊരു ഡെമോ. ഇപ്പോൾ ഇതിലേക്ക് നമുക്കറിയാം ഈ ഫസ്റ്റ് പോയിൻ്റ് ഇത് പല പാനലിലും പല രീതിയിലാണ്. ഇപ്പോൾ ഇതിൽ നോക്കി അറിയാം നമ്മുടെ ഈ 2 കണക്ഷൻ, ഇത് ഓവർലോഡ് റിലേയിലേക്ക് പോയേക്കുന്ന കണക്ഷനും ഇത് നമ്മുടെ കോയിലിലേക്ക് പോയേക്കുന്ന കണക്ഷനുമാണ്. അപ്പോൾ ഇത് ഊരിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടർ ഓഫ് ആവും എന്നുള്ളത് നമുക്കറിയാം. കാരണം ഈ വെറുതെ നിൽക്കുന്ന ഈ ഒരു പോയിൻ്റ്, ഇപ്പോൾ കണക്ഷൻ ലൈവാണ്, ഞാൻ ഈ പോയിൻ്റ് ഇതിൽ നിന്ന് ഊരിയെടുക്കുകയാണ്. എന്നാലും നമ്മുടെ കോൺടാക്ടർ വിട്ടുപോയിട്ടില്ല. ഈ കോൺടാക്ടർ വിടണമെങ്കിൽ നമ്മൾ ഓഫ് ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ കോൺടാക്ടർ വിടും. അതായത് ഒരു ലൈൻ ഊരിയെടുത്താലും പാനൽ ഓഫാവില്ല. ഈ ഡിവൈസ് എല്ലാം വളരെ കോമൺ ആയിട്ടുള്ള ഡിവൈസാണ്. നിങ്ങളിൽ ഇലക്ട്രീഷ്യന്മാരോ ടെക്നീഷ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും വീഡിയോസ് ചെയ്യുന്നത്. അവർക്ക് ചിലപ്പോൾ ഇത് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടെന്ന് അറിയില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കണ്ട പോലെ
അപ്പോൾ ഒരു ഫേസ് ഊരിയിട്ടും ആ സ്റ്റാർട്ടർ ഓഫായില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സിംഗിൾ ഫേസ് പ്രിവെൻറ്റർ ഇതിൽ വച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫേസ് എടുത്ത് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ എടുത്ത് മാറ്റിയത് റെഡ് ഫേസ് ആണ്. മറ്റ് ഫേസ് അവിടെ തന്നെ ഉണ്ട്. അത് എടുത്ത് മാറ്റാത്തതിൻ്റെ കാരണം അത് കോയിലിലേക്കുള്ള വയറിംഗ് ആയതുകൊണ്ട് അത് എടുത്താൽ പാനൽ ട്രിപ്പാവും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഇനി വേറൊരു കാര്യങ്ങളും കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് കൊടുത്തിരിക്കുന്ന സീക്വൻസിൽ നിന്ന് നമ്മൾ തിരിച്ച് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്റ്റാർട്ടർ ഓൺ ആവോ, അതായത് പ്രിവെൻറ്റർ ഇല്ലാതെ നമ്മൾ സീക്വൻസ് മാറ്റിയാൽ ഇത് ഓൺ ആവോ എന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കൊടുത്തിരിക്കുന്ന സീക്വൻസിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളിപ്പോൾ യെല്ലോ റെഡ് ബ്ലൂ എന്ന സീക്വൻസിലാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇത് ഓൺ ആവോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ നമ്മൾ ഓൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടാക്ടർ ഓൺ ആവും, ഇതാ ഓഫ് ആവും. ഞാനിപ്പോൾ അതേ സീക്വൻസ് മാറ്റാതെ തന്നെ ഞാൻ അതിലേക്കൊരു പ്രിവെൻറ്റർ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ പ്രിവെൻറ്ററിൻ്റെ കണക്ഷൻ ഞാൻ പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും. നോർമലി റെഡ് യെല്ലോ ബ്ലൂ എന്ന് പറഞ്ഞ വ്യത്യാസം വരാറില്ല. എല്ലാത്തിൻ്റെയും ഡയഗ്രാം അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. ഞാൻ ഇതേ സീക്വൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടർ ഓൺ ആവോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ അതേ സീക്വൻസിൽ നിർത്തിക്കൊണ്ട് തന്നെ ആ പ്രിവെൻറ്റർ വയർ ചെയ്ത് പിടിപ്പിച്ചു. ഇനി നമ്മളൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ 5 സെക്കൻഡ് കഴിഞ്ഞ് വരുന്നുണ്ടോ എന്ന് നോക്കണം. അത് ഹെൽത്തി തെളിഞ്ഞാൽ മാത്രമാണ് ഇത് ഓൺ ആവുള്ളൂ. ഇല്ലാതെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓണാക്കാൻ വേണ്ടി നോക്കിയാലും ഇത് ഓണാവില്ല. ഇനിയിപ്പോൾ ഇത് ഓണാക്കാനൊരു വഴിയുണ്ട്. അതിന് നമ്മളിതിൻ്റെ ബൈപ്പാസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് ബൈപ്പാസ് ആവും. യൂണിറ്റ് ബൈപ്പാസ് ആയതിനു ശേഷം നമ്മളിത് ഓണാക്കാൻ നോക്കിയാൽ ഇത് ഓണാവും. അതായത് ഇപ്പോൾ ഈ യൂണിറ്റ് വർക്ക് ചെയ്യുന്നേ ഇല്ല. മറിച്ച് നമ്മളിത് യൂണിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫായി പോകും. കാരണം ഇത് ഹെൽത്തി തെളിഞ്ഞിട്ടില്ല. ഇനി നമുക്കിത് പ്രോപ്പറായിട്ട് ഈ ബ്ലൂ നിർത്തിക്കൊണ്ട് തന്നെ ഈ 2 ഫേസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ കറക്റ്റായിട്ടുള്ള സീക്വൻസിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി 5 സെക്കൻഡ് ഡിലേയിൽ വെയിറ്റ് ചെയ്യുക. ഹെൽത്തി ഓൺ ആയിട്ടുണ്ട്. ഈ ഹെൽത്തി ഓൺ ആയതിനു ശേഷം ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഓണാവും. കണ്ടോ? ഇപ്പോൾ കോണ്ടാക്ടർ പിടിച്ചു, ഓണായി, റെഡി. ഇനി അത് ഓഫ് ചെയ്തു. ഇനി വേറൊരു കാര്യം, ഇതിൽ ഓട്ടോ മോഡുണ്ട്, മാനുവൽ മോഡുണ്ട്, ബൈപ്പാസ് മോഡുണ്ട്. അതും എല്ലാവർക്കും കൺഫ്യൂഷനുള്ള കാര്യമാണ്. ബൈപ്പാസിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ആദ്യമേ കാണിച്ചു തന്നു. അതിപ്പോൾ സീക്വൻസ് മാറിയാലും നമ്മുടെ സ്റ്റാർട്ടർ ഓണാവും. മാനുവൽ മോഡാണ് നമ്മളിപ്പോൾ ഇട്ടിരുന്നത്. മാനുവൽ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സാധാരണ രീതിയിൽ മാനുവലായിട്ട് ഈ സ്റ്റാർട്ടർ ഓൺ ചെയ്യും, മാനുവലായിട്ട് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലൊരു ഓട്ടോ മോഡുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ കറണ്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ തനിയെ ഓണാവേണ്ട പർപ്പസ് ഉണ്ട്. അങ്ങനെ വരുന്നിടത്താണ് ഈ ഓട്ടോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഓട്ടോയിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാർട്ടർ തനിയെ ഓണാവും. പിന്നെ നിങ്ങൾ ഓഫ് ചെയ്താലും ഓണാവും. അപ്പോൾ എപ്പോൾ കറണ്ട് പോയിട്ട് വരണോ, ഇപ്പോൾ നമ്മൾ മാനുവലായിട്ട് കറണ്ട് ഓഫ് ചെയ്തു, കറണ്ട് വന്നു, നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഡിലേ ഉണ്ട്. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ഹെൽത്തി കത്തിയാൽ അപ്പോൾ തന്നെ കോണ്ടാക്ടർ പിടിക്കും. അത് ഓട്ടോ മോഡ്. മാനുവലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാനുവലായിട്ട് ഓൺ ചെയ്യണം. അത്രയേ ഉള്ളൂ. ലൈവായിട്ട് നിൽക്കുകയാണ്. നമ്മളിത് ഓൺ ചെയ്തു, സംഗതി ഹെൽത്തിയാണ്. ഇനി ആദ്യം ചെയ്ത പോലെ നമ്മൾ ഇതിൽ നിന്ന് ഓണായി നിൽക്കുന്ന സമയത്ത് ഒരു ഫേസ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ആ സെയിം പോയിന്റിലുള്ള ഫേസാണ് എടുത്ത് മാറ്റുന്നത്. കണ്ടോ? ഇപ്പോൾ സ്റ്റാർട്ടർ ട്രിപ്പായി. അപ്പോൾ നമ്മുടെ ആ ഹെൽത്തി എന്നുള്ള ലൈറ്റ് ഓഫായി, സ്റ്റാർട്ടർ ട്രിപ്പായി പോകും. അത് ആ ഹെൽത്തി ആയി നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്റ്റാർട്ടർ ഓണാക്കാൻ പറ്റുള്ളൂ. ഓക്കെ? അപ്പോൾ നമ്മൾ ആദ്യത്തെ പോലെ ഇതെടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ അവസ്ഥയിൽ പ്രിവെൻറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടർ ഓഫാവില്ല, അതായത് കോണ്ടാക്ടർ വിടില്ല. ഓക്കെ. അപ്പോൾ ഒരു 800-900 രൂപയോ വരുന്ന ഈ ഒരു ചെറിയ ഡിവൈസ്, അത് ഏത് കമ്പനിയുടെ ആവട്ടെ, അപ്പോൾ നിങ്ങളുടെ 1000-ഓ 10,000-ഓ വരുന്ന മോട്ടറുകൾക്കൊരു തീർച്ചയായിട്ടുള്ളൊരു സേഫ്റ്റി തന്നെയായിരിക്കും. 3 ഫേസ് മോട്ടറുകൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വാങ്ങുമ്പോൾ തന്നെ ഒരു സ്റ്റാർട്ടറോ പാനലൊക്കെ വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു പ്രിവെൻറ്റർ മസ്റ്റായിട്ട് വാങ്ങുക. കാരണം ഒരു ചെറിയൊരു അശ്രദ്ധ കൊണ്ട് നമ്മുടെ ഇത്രയും വലിയൊരു മോട്ടറൊക്കെ കത്തിപ്പോകുന്നതും കോയിൽ ഷോർട്ടാകുന്നതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ചെറിയ വീഡിയോയിൽ നിന്ന് സിംഗിൾ ഫേസ് പ്രിവെൻറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അത് എങ്ങനെയാണ് വയർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ. വയറിംഗ് ആ രീതി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അത് പല പാനലിനും പല രീതിയിലാണ്, പല സ്റ്റാർട്ടറിനും പല രീതിയിലാണ്. അപ്പോൾ ഏകദേശം പ്രിവെൻറ്ററിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു സാധാരണക്കാരന് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കൂടുതൽ വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനലും വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്